ഒരു വ്യക്തി നമ്മളെ കാണാനായിട്ട് വീട്ടിലേക്ക് വരുന്നു. ആ വ്യക്തി ഗേറ്റ് തുറന്ന് വീട്ടിലേക്ക് വരുന്നത് കാണുന്ന സമയത്ത് നമ്മളൊരു ഓട്ടപ്രദർശനം ചെയ്യും. എങ്ങോട്ടാണെന്നറിയോ? കണ്ണാടിയുടെ മുന്നിലേക്കായിരിക്കും. മറ്റുള്ളവരെ ഫേസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മളെ ഫേസ് ചെയ്യുന്നൊരു സ്വഭാവം നമുക്കുണ്ട്. ഫിസിക്കൽ ലെവലിൽ നമ്മളിത് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്കിത് മെൻ്റൽ ലെവലിൽ ചെയ്തുകൂടാ? മറ്റുള്ളവരെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ ഇമോഷൻസിനെ മനസ്സിലാക്കണം. മറ്റുള്ളവരുടെ ഇമോഷൻസിനെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മളുടെ ഇമോഷൻസിനെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം. അതിന് ഏറ്റവും മികച്ച മാർഗമാണ് സൈലൻസ്. സൈലൻസ് എന്ന് പറഞ്ഞാൽ പുറത്തു നിന്നുള്ള ഒരു കാര്യങ്ങളും നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല എന്നുള്ള അവസ്ഥയാണ്. നാവിനെ അടക്കലല്ല, മനസ്സിനെ അടക്കലാണ് സൈലൻസ്. മൗനവ്രതം നമ്മൾ കേട്ടിട്ടില്ലേ? എനിക്കൊന്നും സംസാരിക്കാനില്ല എന്നുള്ളതാണ് മൗനവ്രതം. അല്ലാതെ ഞാൻ ഇന്നൊന്നും സംസാരിക്കില്ല എന്നുള്ളതല്ല. സംസാരം കുറയുന്ന സമയത്ത് നമ്മുടെ മനസ്സിലെ ചിന്തകളും കുറയും. കാരണം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്. മനസ്സ് ചിന്തകളുടെ ഒരു കലവറയാണ്. കടലിൽ മുഴുവൻ വെള്ളമാണ് എന്നുള്ളതല്ല, ഈ മുഴുവൻ വെള്ളത്തെയാണ് കടലെന്ന് പറയുന്നത് പോലെയാണ്. ഒരു വ്യക്തിയുടെ മെൻ്റൽ ഹെൽത്ത് പരിശോധിക്കുന്നത് ഈ രണ്ട് ഘടകങ്ങളെ വെച്ചിട്ടാണ്: ചിന്തകളുടെ ദൈർഘ്യവും ചിന്തകളുടെ എണ്ണവും. നിങ്ങളുടെ ചിന്തകളുടെ എണ്ണം കുറയുകയും ചിന്തകളുടെ ദൈർഘ്യം കൂടുകയും ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു കാര്യം ഉറപ്പിക്കാം, നിങ്ങളുടെ മെൻ്റൽ സ്റ്റെബിലിറ്റി ഓക്കെ ആണ്. എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു സോ മച്ച്.